അപ്പം നമ്മൾ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിൽ പോവാണ്. ആദ്യം അവിടെ പോകുന്നില്ല എന്ന് ഓർത്താണ്, ബട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ്. സോ നമ്മളെല്ലാം ചെക്കൗട്ട് ചെയ്തു. ഇന്ന് തിരിച്ച് നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് പോവും. ചെക്കൗട്ടൊക്കെ ചെയ്തിട്ട് കണ്ണൻ്റെ റൂമിൽ കൊണ്ടുപോയി നമ്മുടെ ബാഗൊക്കെ വെച്ചു. ഇപ്പം നമ്മൾ നേരെ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിലോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മിറാക്കിൾ ഗാർഡനിൽ പോകുന്നുണ്ട്. അവർക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് മിറാക്കിൾ ഗാർഡനിൽ വരത്തില്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് കൊണ്ട് ആപ്പിളാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതായത് ഉച്ചയ്ക്ക് നല്ല ഗ്രാൻഡായിട്ട് ലഞ്ച് കഴിക്കുക. അപ്പോൾ അവൻ നമ്മൾക്ക് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുവാണ്. നമ്മൾ ഊബറിന് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യുവാണ്. ഭയങ്കര തിരക്കാണ് ഇത് കിട്ടാനായിട്ട്. എനിക്കൊന്ന് 2 ഇതേ ഉള്ളൂ. മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിനകത്തേക്ക് കയറി ഇപ്പം ലൈൻ നിൽക്കുവാണ് ഈ ഒരു എലിവേറ്റർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇച്ചിരി വലിയ ലൈനാണ്. എത്ര കിട്ടിയിട്ടില്ല. ഒരാൾക്ക് 139 ദീർഘമാണ്. ഗൈഡ് ടൂർ അല്ലല്ലോ, നമ്മൾ കയറി കാണുള്ളൂ. ഇതിൻ്റെ വെള്ളത്തിൽ സ്ട്രക്ചർ നല്ലതാണ്. നമ്മുടെ ബിഗ് ബോസിലെ സ്പൈക്കുട്ടൻ രാണ്ടായിരിക്കുന്നു, ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. ഇപ്പം വലിയ ബാഗൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ നമ്മളത് ബാഗേജ് കൗണ്ടറിൽ വെക്കണം. അവിടെ വലിയ ക്യൂ ആണെന്ന് തോന്നുന്നു. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര ക്യൂ ആയിരുന്നു. I'm a digital resident of the Museum of the Future. Welcome to my home. Alright, so once again, welcome pioneers. Hello, my name is Natasha. I'll be your co-pilot. Your journey is now beginning. Are we super ready? Yeah. All right, so if you're ready, allow me to introduce you to our operative, Eric, who is taking from here. Thank you very much, operative Eric. We're playing a game. Oh, yes, okay. Chapter 1 has ended here. Now you're taking our smaller space shuttle, our drop pod. If any
can certainly enjoy music with you. What's your favorite song? മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിന്റെ റൂഫ് ടോപ്പിൽ നിൽക്കുകയാണ്. ബുർജ് കുറച്ച് പോഷൻ നമുക്ക് കാണാം. ഇവിടെ ഊര് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ചെയ്ത് വേണമെങ്കിൽ നമ്മളങ്ങനെ എക്സിറ്റ് അടിക്കുകയാണ്. അത് കൊള്ളാമല്ലോ. നമ്മളങ്ങനെ എക്സിറ്റ് അടിച്ചു. ഇനി എങ്ങോട്ടേക്കാണ്? വിശക്കുന്നുണ്ടോ? ഉണ്ട്. ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചില്ല. സോ നമുക്ക് ലഞ്ച് നന്നായിട്ട് കഴിക്കാം. പാരഗൺ ഇത് കണ്ടിട്ടാണോ? രാത്രി ഒന്നും കഴിക്കണ്ട. അതെ, ഇനി രാത്രി കഴിപ്പൊന്നും ഇല്ല. ഓർഡർ ചെയ്തു. ഈ മെനുവിലുള്ള എല്ലാ ഐറ്റംസും ഓർഡർ ചെയ്തിട്ടുണ്ട്. ദീപു കണ്ണൻ അത് കണ്ട് പേടിച്ചിരിക്കുന്നു. ചേട്ടൻ വന്ന് ഗ്രേവിയുടെ കൂട്ടത്തില് കഴിക്കാൻ ഒരെണ്ണം മതിയായിരുന്നല്ലേ? ഒരുപാട് സാധനം ബിന്ദു പണിക്കുന്ന ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ എടുക്കുന്ന പോലെയായിരുന്നു. കൊറേ സൂപ്പർ. അല്ല ക്രാബല്ല, എങ്ങനെയുണ്ട്? കഴിച്ചു. കൊള്ളാവോ? ഫുഡ് കഴിച്ച് ക്ഷീണിച്ച് ഇനി ഞങ്ങളുടെ കത്തിപ്പോവും. കാരണം നമ്മളിപ്പോൾ ഇനി മിറാക്കിൾ ഗാർഡനിലോട്ടാണ് പോകുന്നത്. ഇവർ നേരെ ഹോട്ടലിലേക്കാണ്. അപ്പം ഇവരുടെ ഒന്നും ദഹിക്കാൻ ചാൻസ് ഇല്ല.